മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ HP ലേസർ പ്രിന്ററായ HP ലേസർജെറ്റ് 1020 പ്ലസ് എന്ന പ്രിന്ററിന്റെ റിവ്യൂയും അതേപോലെ അതെങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓഫീസിലെ പ്രിന്റിംഗ് ആവശ്യങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല മോണോക്രോം ലേസർജെറ്റ് പ്രിന്ററുകളൊന്നാണ് HP ലേസർജെറ്റ് 1020 പ്ലസ് എന്ന ഈ മോഡൽ പ്രിന്റർ വരുന്നത്. നിങ്ങൾക്കിത് വീട്ടിൽ വെച്ച് പ്രിന്റ് ചെയ്യാവുന്ന ആവശ്യങ്ങൾക്കും വേണ്ടിയും ഈ പ്രിന്റർ ഉപയോഗിക്കാവുന്നതാണ്. വളരെ മെയിൻ്റനൻസ് കുറഞ്ഞൊരു മോഡൽ പ്രിന്ററാണ് ഈ കാണുന്ന HP 1020 പ്ലസ് എന്ന ഈ മോഡൽ പ്രിന്റർ. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒന്ന്. ലേസർജെറ്റ് പ്രിന്റർ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പേപ്പർ പിക്ക് ചെയ്താണ്ട് പ്രിന്റിംഗ് നടന്നാണ്ട് പെട്ടെന്ന് തന്നെ പേപ്പർ പുറത്തോട്ട് വരുന്നതാണ്. നിങ്ങൾക്കിവിടെ വീഡിയോയിൽ കാണാൻ സാധിക്കും. നിങ്ങൾ പ്രിന്റർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം വരികയാണെങ്കിൽ അത് നിങ്ങൾ അടുത്തുള്ള ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ വിളിക്കുന്ന സമയത്ത് അവർ നിങ്ങളോട് സീരിയൽ നമ്പർ ചോദിക്കും. സീരിയൽ നമ്പർ കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. പ്രിന്ററിൻ്റെ പിറകു വശത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റിക്കർ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സീരിയൽ നമ്പർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സീരിയൽ നമ്പർ നിങ്ങൾക്ക് കാണുന്ന സീരിയൽ നമ്പർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രിന്ററിൻ്റെ പിറകു വശത്താണ് ഇതിൻ്റെ കണക്ടിവിറ്റികളെല്ലാം വരുന്നത്. പവർ കേബിൾ കണക്ട് ചെയ്യുന്ന നേരെ പ്രിന്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പിറകു വശത്ത് കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ്. അതിൻ്റെ മുകളിൽ തന്നെ ബട്ടണും വരുന്നുണ്ട്, ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടന്. ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് USB കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് USB കേബിൾ കണക്ട് ചെയ്യേണ്ടത്. നെറ്റ്വർക്ക് വരുന്നില്ല, USB പ്രിൻറ്റിങ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേബിൾ എടുക്കുക, നേരെ പ്രിൻ്ററിൻ്റെ റൈറ്റ് സൈഡിൽ പിറകുവശത്ത് പോകുക, അവിടെ നേരെ കണക്ട് ചെയ്യുക. ഇത്രയും വളരെ സിമ്പിളായിട്ടാണ്. എന്നിട്ട് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്രിൻ്റർ. അതേപോലെ തന്നെ ഇതിൻ്റെ കാറ്റേജ് ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഈ ഡോർ ഓപ്പൺ ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും HP 12 സീരീസ് കാറ്റേജാണ് വരുന്നത്. കഴിയുന്നതും ഒറിജിനൽ കാറ്റേജ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. റീഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വാറണ്ടി ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റീഫിൽ കാറ്റേജിന് പല കമ്പനികളും വാറണ്ടി കൊടുക്കുന്നില്ല, അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാറ്റേജ് ഇതേപോലെ റിമൂവ് ചെയ്യുക, എന്നിട്ട് നല്ലൊരു ഗുഡ് കാറ്റേജ് എടുക്കുക. എന്നിട്ട് കറക്റ്റ് നമുക്ക് ആ ഒരു എടുത്ത് അതേപോലെ തന്നെ ജസ്റ്റ് ആ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം, അപ്പോഴാണ് ഇത് ലോക്ക് ആവുകയുള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം നമ്മൾ കാറ്റേജ് എടുക്കുന്നു, അതിനുശേഷം കറക്റ്റ് അടുത്ത കാറ്റേജ് വെക്കുക. ഞാനിപ്പോൾ സാമ്പിളിന് അടുത്ത കാറ്റേജ് തന്നെയാണ് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ജസ്റ്റ് വേറെ മറ്റൊരു കാറ്റേജ് എടുത്താണ്ട് കറക്റ്റായിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് അതിലോട്ട് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം, അപ്പോൾ മാത്രമേ അത് ലോക്ക് ആവുകയുള്ളൂ. അതിനുശേഷം ശ്രദ്ധിക്കുക, ഡോർ ലോക്ക് ചെയ്യുക. എന്നിട്ട് പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ്. അതേപോലെ പേപ്പർ ലോഡ് ചെയ്യുന്നതും വളരെ സിമ്പിളായിട്ട് തന്നെയാണ്. ഫ്രണ്ടിലാണ് പേപ്പർ ലോഡ് ചെയ്യാനുള്ള ട്രേ വരുന്നത്. 2 ട്രേ ആണ് നമുക്ക് മെയിൻലി വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിൽ കാണാൻ കഴിയും, ഇവിടെ 2 ട്രേ ആയിട്ട് കിടക്കുന്നുണ്ട്. പേപ്പർ പിക്ക് ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്ത് വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഹോൾഡാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ട്രേ ഇവിടെ പുറത്ത് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. പേപ്പർ വെക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മേലൊരു ട്രേയും അതിൻ്റെ താഴെ മറ്റൊരു ട്രേയും വരുന്നുണ്ട്. ഇവിടെ അധിക പേരും സിംഗിൾ പേജസ് ആണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ പേജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് താഴെ ഉപയോഗിക്കാവുന്നതാണ്. 2 ട്രേയിലും കൂടുതൽ പേജ് ഉപയോഗിച്ച് വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാലും കൂടുതൽ സെക്കൻഡ് ട്രയലാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഈ പിക്ക് ചെയ്യുന്ന സ്ഥലത്താണ് അധിക പേരും കൂടുതൽ മൾട്ടി പേപ്പറുകൾ വെക്കാറുള്ളത്. അവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവർ കാണാൻ സാധിക്കും. 2 ട്രയലും അത് വരുന്നുണ്ട്. താഴെ ട്രയലാണ് കുറച്ചുകൂടി കൂടുതൽ പേപ്പർ ലോഡ് ചെയ്യാൻ കഴിയുന്നത്. നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ഗ്യാപ്പ് കണ്ടാൽ അറിയാൻ സാധിക്കും. മുകളിൽ അത്രക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് താഴെ ട്രയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. അവിടെ മെയിൻ ഡോറും വരുന്നത് കൊണ്ട് തന്നെ പേപ്പറിന് അതിൽ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കറക്റ്റായിട്ട് നമ്മൾ ആ ലിവർ വലിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ പേപ്പർ വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഈ ലിവർ ടൈറ്റാക്കി കൊടുക്കണം, നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്. 2 സൈഡിലുള്ള ലിവറുകളും ടൈറ്റാക്കി അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് മുകളിലെ ട്രേ ആണ് ഉപയോഗിക്കുന്നത്, വളരെ സിമ്പിളാണ്. ആ ബ്ലൂ ട്രേ ആദ്യം ഫ്രീ ആക്കുക, എന്നിട്ട് കറക്റ്റ് ആ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് പേപ്പർ വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അത് അവിടെ ആ ലിവറുകൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാൻസറിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും താഴത്തെ ട്രേ ആണ് പ്രിഫർ ചെയ്യുന്നത്. അതിനുശേഷം ഇതേപോലെ ലിവറുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ആദ്യം കണ്ട പോലെ ഇതിന് കൂടെ പ്രിൻ്ററിൻ്റെ ഒരു പ്രൊട്ടക്റ്റ് ഗ്ലാസും വരുന്നുണ്ട്. ഇതിലേക്ക് ഈ പേപ്പറിലേക്ക് പൊടിയോ ചളിയോ മറ്റൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടും മുകളിൽ നിങ്ങൾ പേപ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലും ബെൻഡ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ആ ഗ്ലാസ് കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് ടെസ്റ്റ് പേജ് പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ പേപ്പർ പിക്ക് ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ?
പേപ്പർ പിക്ക് ചെയ്താണ് അത് അപ്പോൾ തന്നെ പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്ററാണ് HP ലേസർജെറ്റ് 1020 പറഞ്ഞ ഈ ഒരു മോഡൽ പ്രിൻ്റർ വരുന്നത്. പ്രിൻ്ററിലേക്ക് കമാൻഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു മെസ്സേജ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിലും ഇവിടെ മറ്റൊരു ലൈറ്റ് ഓൺ ആവുന്നതാണ്, അല്ലെങ്കിൽ ആ ലൈറ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കുന്നതാണ്. അങ്ങനെ വാണിംഗ് മെസ്സേജുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനാവശ്യമായി ഞാൻ ചെറിയൊരു സാമ്പിൾ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒരു വേർഡ് ഫയലാണ്, ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്തൊരു ഫയലാണിത്. ഇതൊരു കളർ ഡോക്യുമെൻ്റാണ്. നമ്മളെ പ്രിൻ്റർ മോണോക്രോം അല്ല, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം പ്രിൻറ്റ് ചെയ്യുന്ന ഒരു പ്രിൻ്ററാണ്. അപ്പോൾ ഞാൻ ഈ കളർ ഡോക്യുമെൻറ്റ് ഫുൾ ബ്ലാക്ക് ആക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ നോർമൽ കേസിൽ ഷോർട്ട് കീ ആയിട്ട് Ctrl+P എന്നോ അല്ലെങ്കിൽ ഇവിടെ ഫയലിൽ പോയിൻ്റ് ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രിൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ടാവും. കണ്ടില്ലേ, HP ലേസർജെറ്റ് 1020 എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും എത്ര കോപ്പീസ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ പ്രിൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള സെറ്റിങ്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രിൻ്റ് ആൾ പേജസ്, കൂടുതൽ പേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പേജ് വേണമെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ മോഡൽ പ്രിൻ്ററിന് സിംഗിൾ സൈഡ് ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വൺ സൈഡ് എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഓറിയൻറ്റേഷൻ എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇവിടെ മാറ്റി കൊടുക്കാം. നിങ്ങളുടെ ഫയലിനനുസരിച്ച് പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏത് സൈസാണ് വേണ്ടതെന്നുള്ളത് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ അഡ്വാൻസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്ന് എടുക്കുക. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചെറിയൊരു സെറ്റിങ്സിൻ്റെ ഇത് കാണാം. നിങ്ങൾക്കിവിടെ നോർമൽ കേസിൽ ഇവിടെ അത്ര വലിയ സെറ്റിങ്സ് ഒന്നും വരുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം ഇതൊരു മോണോക്രോം പ്രിൻ്ററാണ്. ഇങ്ക് ടാങ്ക് കളർ പ്രിൻ്ററുകളെ പോലെ വേറെ കൂടുതൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ആകെ സൈസ് കാര്യങ്ങൾ ഓറിയൻറ്റേഷൻ നമ്മൾ നേരത്തെ കണ്ട അതേ സെറ്റിങ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. വാട്ടർമാർക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇവിടെ ടൈപ്പ് ചെയ്ത് കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിങ്ങളുടെ പ്രിൻറ്റിങ്ങിൽ ഇതേപോലെ ക്രോസിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാട്ടർമാർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഓണാക്കി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് മുകളിൽ കാണുന്ന പ്രിൻ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രിൻ്ററാണ് HP ലേസർജെറ്റ് 1020 മോഡൽ പ്രിൻ്റർ. ഓഫീസ് ആവശ്യങ്ങൾ, അത് നിങ്ങൾ പല കാറിൻ്റെ ഷോറൂം, ബൈക്കിൻ്റെ ഷോറൂം, അതേപോലെ പല ഡോക്യുമെൻ്റ് റൈറ്റിംഗ് ഓഫീസ്, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പ്രിൻ്റർ ഉപയോഗിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വീട്ടിൽ വെച്ച് വേണം പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ പ്രിൻ്റർ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.